ഇന്ത്യ പുതിയതായി 2 യുദ്ധക്കപ്പലും ഒരു അന്തർവാഹിനിയും നീറ്റിലിറക്കാൻ പോകണം. അയൽരാജ്യമൊക്കെ ഒന്ന് കിടുങ്ങൂലേ? തീർച്ചയായിട്ടും ഇന്ത്യൻ സമുദ്രാതിർത്തി കാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2 യുദ്ധക്കപ്പലും ഒരു അന്തർവാഹിനിയും ഒരേ സമയം നമ്മൾ നീറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. ജനുവരി മാസം 15-ാം തീയതിയാണ് ഔദ്യോഗികമായി ഇവ നീറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ അതിർത്തിയെ കാക്കാനായിട്ട് പുതിയൊരു സംവിധാനം വന്നപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇത് ഉറ്റുനോക്കുന്നുണ്ട്. ഏറ്റവും അധികം അയൽ രാജ്യങ്ങളൊക്കെ നമ്മുടെ ശത്രുരാജ്യങ്ങളുണ്ട്, അവരൊക്കെ പേടിക്കുന്നുണ്ട്. ആദ്യത്തെ കപ്പലിൻ്റെ പേര് നീലഗിരി, രണ്ടാമത്തത് സൂറത്ത്, ഇനി അടുത്ത അന്തർവാഹിനി എന്ന് പറയുന്നത് വാക്ഷീർ. ഇവ മൂന്നും കൂടെ ഒരേ സമയം നീറ്റിലിറക്കുക എന്ന് പറയുന്നത് ലോകത്തെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം 2 യുദ്ധക്കപ്പലും ഒരു അന്തർവാഹിനിയും നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു, എന്നിട്ട് നമ്മുടെ അതിർത്തിയാക്കാനായിട്ട് രംഗത്തേക്ക് ഇറക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. പ്രൊജക്റ്റ് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്, അങ്ങനെയാണ് നമ്മൾ നീലഗിരിയെ പറയുന്നത്. അതായത് ഈ നീലഗിരി എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൽ നിന്ന് നമുക്ക് മറ്റ് ശത്രു രാജ്യങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ശത്രുക്കളുടെ കപ്പലുകളെയോ ഒക്കെ നേരിട്ട് ആക്രമിക്കാൻ കഴിയും. അത് മിസൈലുകളുണ്ട്, റഡാറുകളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് പോകാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ നീലഗിരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രൊജക്റ്റ് 15B സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ശ്രേണിയിലുള്ളതാണ് അടുത്ത കപ്പലായ സൂറത്ത്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ശത്രുക്കളുടെ കപ്പലൊക്കെ നമ്മുടെ അതിർത്തിയിലേക്ക് വരും, അവയിൽ നിന്ന് രഹസ്യങ്ങൾ ചോഴ്ന്നെടുക്കാൻ പറ്റും. ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചുരണ്ടിയെടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ റഡാറിൽ പെടാതെ വളരെ കൃത്യമായി മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 2 യുദ്ധക്കപ്പൽ ഒപ്പം തന്നെ വാക്ഷീർ എന്ന പേരുള്ള ഒരു അന്തർവാഹിനി ഇറക്കുന്നു. അപ്പം ഈ അന്തർവാഹിനിയും ഈ 2 യുദ്ധക്കപ്പലും നമ്മൾ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ മുംബൈയിലാണ് ഇവ നിർമ്മിക്കുന്നത്. മുംബൈ നേവൽ ഡോക്യാർഡിൽ നിന്നാണ് ഇവ പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഈ നേവൽ വിങ്ങിന് വലിയ ശക്തിയാണ് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല പരമ്പരാഗതവും പരമ്പരാഗേതരവുമായ ആക്രമണങ്ങളെല്ലാം തടയാൻ ഈ ഷിപ്പുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റഡാറുകളുണ്ട്, സോണറുകളുണ്ട്, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ, അത്തരത്തിലുള്ള സംവിധാനം വരെ ഈ കപ്പലുകളിലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്ഷീർ അന്തർവാഹിനി എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ കൂടി സഹകരണത്തോടെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അതായത് ഫ്രാൻസാണ് ഇതിൻ്റെ ടെക്നോളജി നമുക്ക് തന്നത്. അതിനനുസരിച്ച് ഈ കപ്പലുകൾ നിർമ്മിക്കുന്ന മുംബൈയിലാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്നാണ് ഈ കപ്പലുകൾ നിർമ്മിക്കുന്നത്. അവർ രൂപരേഖ തയ്യാറാക്കുന്നു, അതിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. കഴിഞ്ഞ വർഷം മെയ് 18-ാം തീയതി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. കപ്പൽ കടലിലേക്ക് ഇറക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പരീക്ഷണോട്ടമൊക്കെ നടത്തുന്നുള്ളൂ. പരീക്ഷണം കുറേയൊക്കെ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതിനെ എങ്ങനെയാണ് അതിജീവിക്കുക, ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം സമീപ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് അയൽ രാജ്യം പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏത് നിമിഷവും നമുക്ക് ഭീഷണി ഉണ്ടാകും. അത്തരത്തിലുള്ള ഭീഷണിയെ നേരിടാൻ, സമുദ്രത്തിൻ്റെ അതിർത്തി കാക്കാൻ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഷിപ്പുകളും അന്തർവാഹിനിയും നമുക്ക് വളരെയധികം സഹായമാകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് ഉപയോഗിക്കാവുന്ന മിസൈലുകളുണ്ട്. അതുപോലെ 70mm അപ്ഗ്രേഡഡ് ഗണ്ണുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഷിപ്പിൽ സജ്ജമാക്കിയാണ്. ഇനി സ്കോർപിയോൺ ക്ലാസ് അന്തർവാഹിനികളിൽ അവസാനത്തെ അന്തർവാഹിനിയാണ് നമ്മൾ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഇപ്പോൾ പുറത്തിറക്കിയിരുന്ന ഈ അന്തർവാഹിനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്തർവാഹിനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അത്യന്താധുനികമായ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനി എന്ന് പറയുന്നത്. വെച്ചാൽ വളരെ ശബ്ദം കുറഞ്ഞ സമുദ്രത്തിനടിയിലൂടെ പോകാവുന്ന അന്തർവാഹിനി. ലോകത്ത് തന്നെ ഈ ശ്രേണിയിലുള്ള അന്തർവാഹിനിയോട് കിടപിടിക്കാൻ കഴിയുന്നതാണ് ഈ വാക്ഷീർ അന്തർവാഹിനി എന്ന് പറയുന്നത്. ഇനി കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വന്നാൽ 20 കിലോമീറ്റർ വരെ സ്പീഡിൽ ഈ അന്തർവാഹിനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പം ഏതെങ്കിലും തരത്തിൽ കരയിൽ നിന്നോ കടലിൽ നിന്നോ വിമാനത്തിൽ നിന്നോ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇനി കടലിൽ നിന്ന് ശത്രുരാജ്യങ്ങളിൽ നിന്നും നമുക്കുണ്ടാകില്ല. ഇത്രയും വലിയ ഒരു മികച്ച പ്രകടനം കാണിച്ചത്. അപ്പോൾ നമ്മൾ കൽവാരി ക്ലാസ് പ്രൊജക്റ്റ് 75 എന്ന് പറയുന്ന ഈ പദ്ധതി 1975-ലാണ് ആരംഭിച്ചത്. അങ്ങനെ ആ പദ്ധതിയിലെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ 6ാമത്തെ സ്കോർപിയൻ അന്തർവാഹിനിയാണ് ഈ വാക്ഷീർ എന്ന് പറയുന്നത്. അപ്പോൾ വാക്ഷീർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതോടുകൂടി കര വ്യോമസേനകൾ കൂടി ഇത് വലിയ പ്രയോജനം ചെയ്യും. അപ്പോൾ ഭാവിയിൽ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി തന്നെ പല ആക്രമണങ്ങളും അല്ലെങ്കിൽ പല പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ സജ്ജീകരിക്കുന്നുണ്ട്. അപ്പോൾ കടലിൽ നിന്നുള്ള ഏറ്റവും അധികം പിന്തുണ നൽകുന്നത് ഈ നീലഗിരി, അതുപോലെ തന്നെ സൂറത്ത് എന്നീ പറയുന്ന യുദ്ധക്കപ്പലുകളാണ്. ഒപ്പം നമുക്ക് കടലിന് അടിയിൽ നിന്ന് വേണമെങ്കിൽ ആക്രമിക്കാൻ കഴിയും വാക്ഷീറും വരുന്നു. അപ്പം രാജ്യങ്ങൾക്ക് മുമ്പിൽ, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ സൈനികപരമായിട്ട് ഒരുപാട് മെച്ചപ്പെടുകയാണ്, വലിയ വളർച്ച നേടുകയാണ്. അപ്പോൾ അവരൊക്കെ ആലോചിക്കുകയാണ് നമ്മളിത് എങ്ങനെ നിർമ്മിക്കുന്നതാണ്. അപ്പോഴാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതിന് ശേഷം
പ്രതിരോധമന്ത്രിയാണെങ്കിൽ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ വലിയ പിന്തുണയുണ്ട്. അപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പദ്ധതികളുണ്ടല്ലോ, അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ തദ്ദേശീയമായിട്ട് കപ്പൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ എല്ലാം ലഭിച്ചപ്പം മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശകലനം ചെയ്യും, അങ്ങനെ മുന്നോട്ട് പോവുകയുമായിരുന്നു. അപ്പം ഈ 2025 എന്ന വർഷം, അതായത് ഈ പുതിയ വർഷം, നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സൈനിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൂറത്ത്, നീലഗിരി എന്നീ കപ്പലുകൾ നമ്മളിപ്പോൾ കമ്മീഷൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മൾ വാക്ഷീർ എന്ന് പറയുന്ന ഈ അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്യുന്നു. അപ്പോൾ ലോകത്ത് ഒരേ സമയം 2 കപ്പലും 1 അന്തർവാഹിനിയും ഒരേ ദിവസം കമ്മീഷൻ ചെയ്യുക എന്ന് പറയുന്നത് വൻ സൈനിക ശക്തികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇത്രയും നാൾ നമ്മൾ കരുതിയിരുന്നത് റഷ്യയും അമേരിക്കയും ചൈനയൊക്കെ മാത്രമാണെന്ന്. ഇപ്പം അങ്ങനെയാണോ? അതെ, കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ വന്ന് നമ്മൾ ഇന്ത്യയുടെ തന്നെ അല്ല ലോകത്തിൻ്റെ തന്നെ നിറകയിലെത്തുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആ പ്രധാനമന്ത്രിയുടെ കരുത്ത് തന്നെയാണ്. കാരണം നരേന്ദ്രമോദി ഇത്തരത്തിൽ നമ്മൾ സൈനികപരമായി മെച്ചപ്പെടണം, നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ തേജസ് യുദ്ധവിമാനം ഉൾപ്പെടെ തദ്ദേശീയമായി നിർമ്മിക്കുന്നത്. ഇപ്പോൾ നാവികസേനയുടെ കരുത്ത് കൂട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് നീലഗിരി, സൂറത്ത് എന്നീ 2 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നത്. ഈ യുദ്ധക്കപ്പലുകളുടെ മറ്റൊരു പ്രത്യേകത ചേതക്ക്, ALH, അതുപോലെ തന്നെ സീ കിങ്, MH-60 തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ ഈ യുദ്ധക്കപ്പലിലുണ്ട്. അപ്പോൾ ഈ യുദ്ധക്കപ്പൽ ഹെലികോപ്റ്ററുകളുടെ സേവനം രാത്രിയും പകലും ഒരുപോലെ ലഭിക്കും. അപ്പോൾ ഏത് സമയത്താണെങ്കിലും നൈറ്റ് വിഷൻ പോലും ഉള്ള, കാരണം സമുദ്രാതിർത്തിയാണല്ലോ, ചുറ്റപ്പെട്ട് കൂടുതൽ സമുദ്രാതിർത്തിയിലാണല്ലോ. അതെ, പണ്ടറിയാലോ മുംബൈയിലേക്കൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നത് സമുദ്രത്തിലൂടെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ശക്തമായി ഇവരെ നേരിടാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഈ നേവൽ ഉദ്യോഗസ്ഥർക്ക് കൂടാതെ വനിതാ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലും പകലും പുരുഷ വനിതാ ഓഫീസർമാരുടെ ഒരു ശക്തമായ നിരീക്ഷണം നമുക്കുണ്ടാകുന്നു. അപ്പോൾ രാജ്യത്തിന് മറ്റു മേഖലകളിൽ നിന്നുണ്ടാകുന്ന ഏത് ആക്രമണത്തെയും ഭീഷണിയും നമുക്ക് നേരിടാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല വാക്ഷീർ അന്തർവാഹിനി ജനുവരി 15 നമ്മൾ കമ്മീഷൻ ചെയ്യുന്നതോടെ ഇതിൻ്റെ പ്രത്യേകതകൾ ലോകമെങ്ങും അറിയും. നമ്മൾ 6 അന്തർവാഹിനികളാണ് ഈ സീരീസിൽ നിർമ്മിച്ചത്. അവസാനത്തെ അന്തർവാഹിനി വരുമ്പോഴേക്കും ഏറ്റവും അത്യന്താധുനികമായ റഡാറുകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, അത്യന്താധുനികമായ മിസൈലുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ഷിപ്പുകളെ നമ്മൾ സജ്ജമാക്കുന്നു. അപ്പോൾ ഒന്ന് ഒരു വാർഷിപ്പ്, മറ്റൊന്ന് ഡിസ്ട്രോയർ എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സ്റ്റെൽത്ത് മിസൈലുകൾ അടക്കം നമുക്ക് ഇതിൽ നിന്ന് വിക്ഷേപിക്കാനായിട്ട് കഴിയും. അപ്പം രൂപരേഖയും നിർമ്മാണവും ഒക്കെ നമ്മൾ സ്വന്തമായി നിർമ്മിച്ചതോടുകൂടി ലോകരാജ്യങ്ങൾ നമ്മളെ ഇനി യുദ്ധക്കപ്പൽ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആശ്രയിക്കാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം മസഗോൺ ഡോക്ക് ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതോടുകൂടി ഈ പരീക്ഷണത്തിലിറങ്ങി. അന്നു മുതൽ തന്നെ ലോകരാജ്യങ്ങൾ ഇത് ഉറ്റുനോക്കുകയാണ്, നമ്മൾ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് ഇത്രയും മുന്നേറ്റം നടത്തിയത്. അപ്പോഴാണ് ഈ പറയുന്ന അന്തർവാഹിനി സമുദ്രോപരിതലത്തിലൂടെ 20 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കിയത്. മാത്രമല്ല 18 ടോർപിഡോകൾ, കപ്പൽ വേദ മിസൈലുകൾ എന്നിവയെല്ലാം തന്നെ ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം മറ്റ് കപ്പലുകളിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ നമുക്ക് ചോർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് കപ്പലുകളുടെ റഡാർ, അതായത് ശത്രു രാജ്യങ്ങളുടെയൊക്കെ റഡാർ, അതിൽ നിന്ന് ഒളിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ കപ്പലുകൾക്കും അതുപോലെ തന്നെ വാക്ഷീർ എന്ന് പറയുന്ന അന്തർവാഹിനിക്ക് സാധിക്കും. അപ്പം കഴിഞ്ഞ മെയ് മാസം മുതൽ നടത്തിയ പരീക്ഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി വിജയിച്ചു. അപ്പം ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മളിങ്ങനെ പതിയെ നടന്നു കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് നമുക്ക് തൊടുക്കാവുന്ന തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഇതിനകത്ത് വെക്കും. മാത്രമല്ല വിജയകരമായ കമ്മീഷനിങ് പൂർത്തിയാകുന്നതോടുകൂടി ഈ അയൽ രാജ്യമായ ചൈന, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. ഈ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുടെ കൂട്ടത്തിൽ തന്നെ ഈ നിശബ്ദമായി പോകാവുന്ന അന്തർവാഹിനികൾക്കാണ് ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. അത്തരത്തിൽ ലോകത്തെ വൻകിട രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യയും അമേരിക്കയും ചൈനയൊക്കെ നിർമ്മിക്കുന്നതിന് തുല്യമായിട്ട് ആ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച അന്തർവാഹിനിയാണ് ഈ വാക്ഷീർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, യുദ്ധത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്, രാജ്യത്തെ സംരക്ഷിക്കുക. അതെ, അതാണ് ലക്ഷ്യം. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുക. നമ്മളൊരാളെ ആക്രമിക്കാൻ പോകുന്നില്ല, പക്ഷെ നമ്മളുടെ അടുത്തൊരാൾ ചൊറിയാൻ വന്നാൽ നമ്മൾ തിരിച്ച് മാന്തി വിടുമെന്നൊക്കെ പറയുന്നവരാണ്. അപ്പോൾ പ്രൊജക്റ്റ് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ നീലഗിരിയും പ്രൊജക്റ്റ് 15B സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ക്ലാസ് ഷിപ്പായ സൂറത്തും കൂടെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. 164 മീറ്റർ ഉണ്ട് ഈ സൂറത്ത് എന്ന് പറയുന്ന കപ്പലിൻ്റെ നീളം. അപ്പോൾ ഒരേ സമയം തന്നെ
പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ കപ്പലുകളുടെ നിർമ്മാണത്തോടെ നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കൽവാരി ക്ലാസ് പ്രൊജക്റ്റ് 75 എന്ന് പറയുന്ന പദ്ധതി ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ തദ്ദേശീയമായി യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകളും ഈ പറയുന്ന മുങ്ങിക്കപ്പലുകളും എല്ലാം നിർമ്മിക്കുന്നു. അപ്പോൾ ഇനി വേണമെങ്കിൽ ഈ ഫ്രാൻസിൻ്റെ ഒന്നും ടെക്നോളജി നമുക്ക് വേണ്ട. നിലവിൽ നമ്മൾ ബ്രിക്സിലടക്കം വലിയ ശക്തി ആയതുകൊണ്ട് ഫ്രാൻസ് നമ്മളുമായിട്ട് പല സൈനിക കരാറുകളുമായിട്ട് യോജിക്കാൻ തയ്യാറാണ്. ജർമ്മനി നമ്മളുമായിട്ട് യോജിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഫ്രാൻസും ജർമ്മനിയും UK-യും അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക മേഖലയിൽ നമ്മളുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്നു. ഒപ്പമാണ് ഈ പറയുന്ന രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി കാക്കാനായിട്ട് യുദ്ധക്കപ്പലുകളെ നമ്മൾ നീറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പം രാത്രിയിൽ വിഷ്വൽ എയ്ഡ് ആൻഡ് ലാൻഡിംഗ് സിസ്റ്റം ഇതാണ് മറ്റൊരു പ്രത്യേകത. കാരണം രാത്രി കാലങ്ങളിൽ ഈ കപ്പലുകളിൽ നിന്ന് മറ്റ് കപ്പലുകൾ വരുന്നുണ്ടോ, മറ്റെവിടെ നിന്നെങ്കിലും ആക്രമണം വരുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ കഴിയണം. അതിന് അത്യന്താധുനികമായ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമേ പറ്റൂ. അത് നമ്മൾ സൂറത്തിലും നീലഗിരിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതൊരു സാഹചര്യം ഉണ്ടായാലും പ്രശ്നരഹിതമായ പ്രവർത്തനം ഉറപ്പാക്കാൻ കഴിയുന്ന 2 യുദ്ധക്കപ്പലുകളാണ് നമ്മൾ നീറ്റിലേക്ക് ഇറക്കുന്നത്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് സൈബർ സുരക്ഷ. ഭാവിയെ നമ്മൾ മുന്നിൽ കാണുന്ന വലിയ ആക്രമണമല്ലേ നമ്മൾ നേരിടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബഹിരാകാശ മേഖലയിലേക്കുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ. പിന്നെ നിർമ്മിത ബുദ്ധി AI ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പം മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് ഇവയെല്ലാം തന്നെ ഈ നീലഗിരിയും സൂറത്ത് എന്നീ യുദ്ധക്കപ്പലുകളിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അന്ന് വെച്ചാൽ ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായി നടത്തുന്നു എന്നർത്ഥം. അപ്പോൾ കര, നാവിക, വ്യോമസേനകളെ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ നാവികസേനയിൽ വലിയൊരു നാഴികക്കല്ല്. അപ്പം നമ്മുടെ ഇന്ത്യൻ സേനയുടെ ചരിത്രത്തിൽ തന്നെ നിർണായകമായ ഒരു ദിവസമാണ് ജനുവരി 15. കാരണം ഒരേ സമയം 2 യുദ്ധക്കപ്പലുകളെയും ഒരു മുങ്ങിക്കപ്പലിനെയും നമ്മൾ നീറ്റിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതോടുകൂടി തദ്ദേശീയമായി സൈനിക മേഖലയിൽ നമുക്ക് വലിയ വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങളും ലോകരാജ്യങ്ങളൊക്കെ പേടിക്കില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പേടിയൊക്കെ ഉണ്ടാകട്ടെ. നമ്മൾ ഇനിയും കൂടുതൽ മുന്നേറട്ടെ. സൈനികപരമായിട്ട് നമുക്ക് വലിയൊരു മുൻതൂക്കം ഉണ്ടാകട്ടെ എന്ന് തന്നെ ഇന്ത്യ എല്ലാവരും പേടിക്കുക. അതെ, അത് തന്നെയായിരിക്കും നമ്മുടെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.